നമ്മുടെ സങ്കടങ്ങളിലൊന്നും നമ്മൾ കരയരുത്. സുജൂദിൽ നമുക്ക് കരയാം. അതാണ് സങ്കടങ്ങളിൽ കരയാത്ത കരുത്തുള്ളവരാക്കി മാറ്റുന്നതും സുജൂദിൽ ഒരു കുട്ടിയെ പോലെ കരയുന്നവരാക്കി മാറ്റുന്നതും ഒരേ ഈമാനാണ്. പടച്ചവന്റെ മുമ്പിൽ യാതൊരു ഇൻഹിബിഷനും ഇല്ലാതെ കരയാം, യാതൊരു തടസ്സമില്ലാതെ എന്തും പറയാം. കരയാൻ അനുവദിക്കണം പടച്ചവൻ. റൂമി പറയുന്നുണ്ടല്ലോ, കരയൂ കണ്ണുനീർ നിന്നെ കഴുകും. പടച്ചവന്റെ മുമ്പിൽ നമുക്ക് കരയാം, യാതൊരു തടസ്സമില്ലാതെ കരയാം. പക്ഷെ ജീവിതത്തിൽ ഒരു സങ്കടത്തിന്റെ മുന്നിലും കരയരുത്. കണ്ണ് നിറഞ്ഞോട്ടെ, പക്ഷെ ഉള്ളു പെടയരുത്. പക്ഷെ നമ്മളിവിടെ കണ്ണ് നിറയേണ്ട ഒന്നുണ്ട്. അതെന്താണെന്നറിയോ? കരയുന്ന മനുഷ്യന്മാരെ കാണുമ്പോഴാണ്. ഞാനിങ്ങനെ കരഞ്ഞാല് ആ കണ്ണിന്ന് വരുന്ന വെള്ളേ വെറും വെള്ളം മാത്രമാണ്. എൻ്റെ ഒരു കാര്യത്തിന്റെ പേരിൽ ഞാൻ കരഞ്ഞാല്, എന്നാ വേറെ ഒരാളുടെ വിഷമം കേട്ടിട്ട് ഞാൻ കരഞ്ഞാലോ, അത് പുണ്യകർമ്മമാണ് എന്ന് പഠിപ്പിച്ച മതമാണ്, അല്ലേ? അതുകൊണ്ട് ഈ വീണുപോയ മനുഷ്യരുണ്ടല്ലോ, അവരെങ്ങനെ കൈപിടിക്കണം നമ്മൾ. ഈ തോറ്റാലും കരയാത്തൊരു കരുത്തുണ്ടല്ലോ, അത് ആർജിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനൊറ്റ വഴിയേ ഉള്ളൂ. നമ്മളൊക്കെ അശക്തരാണ്, ദുർബലരാണ്, പലതിനും പറ്റാത്തവരാണ്, കഴിയാത്തവരാ, തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നവരാ, ആഗ്രഹിക്കുന്ന പലതും അബദ്ധങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് പ്രത്യേകമായി ഇങ്ങനെ പറയണ, സർവശക്തനാണ്, എല്ലാ കാലങ്ങളെയും അറിയുന്നവനാണ്, എല്ലാ കാര്യങ്ങളെയും അറിയുന്നവനാണ്, ഭാവിയെ അറിയുന്നവനാണ്. അടുത്ത നിമിഷം എന്ത് നടക്കും നമുക്കറിയില്ല. അതുകൊണ്ട് ആ സർവശക്തനുമായുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനം. ചില വെളിച്ചം കാണുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണടക്കുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ കണ്ണിനത് താങ്ങാൻ പറ്റാത്തതുണ്ട്. ചില ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ കാതടച്ചു പോകുന്നത് ആ ശബ്ദം നമ്മുടെ കാതിന് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം ഈ കാതിനൊരു കപ്പാസിറ്റി ഉണ്ട്, കണ്ണിനൊരു കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലച്ചോറിനൊരു കപ്പാസിറ്റി ഉണ്ട്. ചിലതൊന്നും മനസ്സിലാവില്ല നമുക്ക്. ചില കാര്യങ്ങളൊന്നും ചിന്തിച്ചാൽ, എത്ര ചിന്തിച്ചാലും നമുക്ക് അതിന്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാവില്ല. അതുകൊണ്ട് അല്ലാഹ് പറയുന്നത്, എല്ലാ കാലങ്ങളെയും അറിയുന്ന ആ പഠിച്ചവനെ എപ്പോഴും ഓർക്കാനും അവനോടുള്ള ബന്ധം നിരന്തരമായി പുതുക്കാനും നമ്മളോട് ഇങ്ങനെ പറയുന്നു. അങ്ങനെ ആകുമ്പോൾ നാളെക്കുറിച്ചുള്ള പേടിയോ ഇന്നലെ കുറിച്ചുള്ള സങ്കടമൊന്നും ഉണ്ടാവില്ല. ഇന്നലെ നമ്മൾ പേടിച്ചാൽ നാളെയാണ് ഇന്ന്, അല്ലേ? ഇന്നലെ നമ്മൾ പേടിച്ചൊരു നാളെയുണ്ട്, ആ നാളെയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്, അത് ഇന്നാണ്. ഇനിയും നമ്മൾ പേടിക്കുകയാണ് അടുത്ത നാളുകളെ കുറിച്ച്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വല്ല സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തില്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളില് ആനന്ദം ഉണ്ടാവണം. അത് അവസാനം വന്നു ചേരുന്ന ഒന്നല്ല, അത് പ്രത്യാശാപൂർവം ജീവിക്കുമ്പോ ഒരാൾക്ക് കൈവരുന്ന ഒന്നാണ്. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ജീവിച്ചത്. റസൂലിന്റെ ആ പ്രാർത്ഥനയുണ്ടല്ലോ, വേദനകളിലും റസൂൽ എങ്ങനെ പുഞ്ചിരിച്ചു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരാണത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി വയഖീനൻ സാദിഖ ഹത്താ അഅലമ അന്നഹു ലൻ യുസീബനി ഇല്ലാ മാ കതബ്തലി വരിളൻ ബിമാ ഖസ്സംതലി. എന്തൊരു പ്രാർത്ഥനയാണല്ലേ ഇത്! സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന കുറെ ആൾക്കാർ അറിയാം. അവരൊക്കെ പറയാറുണ്ട്, ജീവിതത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് തരുന്നുണ്ട് ആ പ്രാർത്ഥന. അതിന്റെ ആശയം അങ്ങനെയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ, പടച്ചോനെ എനിക്ക് ഈമാൻ തരണയാണ്. എന്നിട്ട് ആ ഈമാൻ ഉണ്ടാവേണ്ട 3 ഗുണങ്ങളെ പറയണം. യുബാശിറു ഖൽബി, അത് ഉള്ളിലേക്ക് ഇറങ്ങണം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഉള്ളിലേക്ക് ഇറങ്ങണം. പറയാനും പ്രസംഗിക്കാനുള്ള ഒന്നല്ലത്, എന്റെ ഉള്ളിലേക്ക് ഇറങ്ങണേ പഠിച്ചോനെ. ജ്യൂസ് വായിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഇറക്കിയാലല്ലേ സിരകളിലേക്ക് പടരുള്ളൂ, അതിന്റെ ഗുണം കിട്ടുള്ളൂ. ഇതുപോലെ ഉള്ളിലേക്ക് ഇറങ്ങണേ പഠിച്ചോനെ. പിന്നെ പറയാണ് വയഖീനൻ, ശക്തമാകണേ, സ്വാദിഖൻ, സത്യമാകണേ. എനിക്കാരെയും ബോധ്യപ്പെടുത്താനൊന്നല്ല, എന്റെ ഈമാൻ എന്റെ സത്യസന്ധതയാകണേ. എന്നിട്ട് പറയണേ, അങ്ങനെ ഒരു ഈമാൻ എന്തിനാ, എന്താണ് അതുകൊണ്ട് കാര്യം? അതാണ് പിന്നെ പറയണേ, ഹത്താ അഅലമ, എനിക്ക് മനസ്സിലാവാനാണ്. അന്നഹു ലൻ യുസീബനി ഇല്ലാ മാ കതബ്തലി, പടച്ചോനെ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നിന്റെ തീരുമാനമാണ് എന്നെനിക്ക് മനസ്സിലാവണം. അറിയാതെ വന്നുപെട്ടതൊന്നുമല്ലത്, അത് നിന്റെ തീരുമാനമാണ്. അള്ളാന്റെ തീരുമാനം തെറ്റിപ്പോകില്ല. നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടിയിരുന്നുള്ളൂ. അന്നഹു ലൻ
യുസീബനി ഇല്ലാ മാ കതബ്തലി, പടച്ചോനെ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നിന്റെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ആ ഈമാന് കൊണ്ട് പറ്റണം. പിന്നെ പറയാ വരിളൻ ബിമാ ഖസ്സംതലി, പടച്ചോനെ നീ എനിക്ക് എന്താണ് തരുന്നത്? ഖസ്സമ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ കേക്കൊക്കെ മുറിച്ചിട്ട് ഒരു പീസ് കൊടുക്കൂലേ, ഇതുപോലെ അതിനാണ് തഖ്സീം എന്ന് പറയാ. ജീവിതം എന്ന കേക്കിൽ നിന്ന് നീ എനിക്ക് മുറിച്ചു തന്ന ആ ഭാഗം എത്ര ചെറുതാണെങ്കിലും പടച്ചോനെ അതിൽ എനിക്ക് റിളൻ ഒരു സന്തോഷം ഉണ്ടാവണേ. സങ്കടങ്ങളിലും ആ ജീവിതം പുഞ്ചിരിയോടെ നിലനിന്നതിന്റെ കാരണം എന്താണ് എന്ന് ഈ പ്രാർത്ഥനയുടെ അകത്തുണ്ട്. ആ ഈമാൻ പച്ചപ്പില്ലാതെ നിന്നാല് നമ്മൾ ഉണങ്ങിപ്പോകും. ഉണങ്ങിപ്പോയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഉണങ്ങിയ വിറകിലാണ് തീ പെട്ടെന്ന് പിടിക്കുക. പച്ച വിറകിൽ അങ്ങനെ പിടിക്കൂല, ഉണങ്ങിയ വിറകിൽ പെട്ടെന്ന് തീ പിടിക്കും. അതുകൊണ്ട് ഈ ഉണങ്ങാതെ പച്ചപ്പോടെ നിലനിർത്തുന്ന ഒരവസ്ഥയാണ് പ്രധാനം. ഒരു സഹാബിയെ കാണാൻ വേണ്ടി വന്നപ്പോ അദ്ദേഹം അസുഖമായി കിടക്കുക. റസൂൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോ അദ്ദേഹത്തെ ഉപദേശിക്കുന്നത് അതാണ്, ഈ ദിക്റിന്റെ പച്ചപ്പിനെ കുറിച്ചാണ് ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ജീവിതം ഇങ്ങനെ ധീരമായി നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് പടച്ചോനുമായുള്ള ട്രസ്റ്റും പടച്ചോനെന്ന ലഹരിയെ തിരിച്ചറിയാനുള്ള കഴിവും വീണുപോയ മനുഷ്യരെ ശ്രദ്ധിക്കാനുള്ള കരുണയുമാണ്. ജീവിതത്തിൽ അള്ളാഹു തരുന്ന ഓരോ സങ്കടങ്ങളിലും ആ സങ്കടങ്ങൾ നമ്മളെ ഇങ്ങനെ പുതുക്കുകയും വളർത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളോടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ആലോചിക്കും. നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം സന്തോഷങ്ങളൊക്കെ ആ നേരത്ത് സന്തോഷമായിരുന്നു, പിന്നെ അതത്ര സന്തോഷമൊന്നും അല്ലല്ലോ. പൊട്ടിച്ചിരിച്ച നിമിഷങ്ങളില്ല നമ്മുടെ ജീവിതത്തിൽ. ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കാറുണ്ട്? ഇല്ല. അതാ നിമിഷത്തിന്റെ സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം ഏതായിരുന്നു എന്ന് ഞാൻ ചോദിച്ചാല്, നിങ്ങൾ എന്നോട് ചോദിച്ചാല് നമ്മൾ നിമിഷങ്ങൾ കൊണ്ട് പറയും. എന്തുകൊണ്ടാ? സങ്കടങ്ങളാണ് നമ്മളാക്കിയത്. ദുഃഖമാണ് അനുഭവം എന്ന് ദുഃഖിച്ചവർക്കൊക്കെ അറിയാം. സന്തോഷം വലിയ അനുഭവം എന്നല്ല. അതുകൊണ്ടാണ് മുറിപ്പാടുകളൊക്കെ ബാക്കിയുണ്ടല്ലോ, ചുംബനങ്ങളൊക്കെ മാഞ്ഞു പോയല്ലോ, സന്തോഷങ്ങളൊക്കെ മാഞ്ഞു പോകും, സങ്കടങ്ങൾ അതുപോലെ തന്നെ ബാക്കിയാവും. അവിടെ സങ്കടങ്ങള് നമ്മളെ നിരന്തരമായി പുതുക്കുന്ന ഒന്നാണ് എന്നും ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് എന്നും നമ്മളിങ്ങനെ തിരിച്ചറിയണം. മനസ്സ് ശാന്തമാകാൻ, മനസ്സ് ബലമുള്ളതാകാൻ ആ അർത്ഥത്തിൽ നമ്മുടെ ഈമാൻ ഇങ്ങനെ കടഞ്ഞെടുക്കുക തന്നെയാണ് വേണ്ടത്. കടഞ്ഞെടുക്കുക എന്നുള്ള പ്രയോഗം തന്നെയാണ് ശരി. കാരണം പാല് നല്ലതാണ്, പക്ഷെ ചീത്ത വെള്ളത്തിലേക്ക് ഒഴിച്ചാല് പാല് വെള്ളത്തിൽ കലരും. പിന്നെ പാല് വേറെ ചീത്ത വെള്ളം വേറെ എന്നിങ്ങനെ വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. എന്നാൽ ഈ പാല് കടഞ്ഞ് അവസാനം വെണ്ണയാക്കിയതിനു ശേഷം ചീത്ത വെള്ളത്തിലേക്ക് കൊണ്ടുപോയിട്ട് എന്താ സംഭവിക്കുക? കലരൂല. എത്ര തന്നെ സമയം കഴിഞ്ഞാലും കലരൂല. അതിൽ നിന്ന് ഇങ്ങനെ പുറത്തെടുക്കാൻ കഴിയും. ആ കടഞ്ഞെടുക്കലാണ് ഈ ആത്മബലമുള്ളവരാകാനുള്ള ഒരേ ഒരു വഴി. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ടല്ലോ. ഒരു പന്ത് കളി നടക്കുകയാണ്, സെവൻസ്. 14 ആളുകൾ ഒരു പന്ത് തട്ടുകയാണ്. 14 ആളുകൾക്ക് ഒരു പന്തേ ഉള്ളൂ. ഒരാളുടെ തട്ടുകൊണ്ട് പന്ത് ഒരുപാട് ദൂരത്തേക്ക് തെറിച്ചു വീണു. അതൊരു കുട്ടിയുടെ കയ്യിലെത്തി. അപ്പൊ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എല്ലാവരും നിന്നെ ഇങ്ങനെ തട്ടിക്കളിക്കുന്നത്? എല്ലാവരും നിന്നെ ചവിട്ടുന്നു, തട്ടിക്കളിക്കുന്നു, എന്തിനാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ പന്ത് പറയുന്നുണ്ട്, അതെന്താണെന്നറിയോ? എന്നെ എല്ലാവരും ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ ഉള്ളിൽ ഒന്നുമില്ല, കാലിയാണ്, ശൂന്യമാണ്. എന്റെ ഉള്ളിലെങ്ങാനും കട്ടിയുള്ള ഇരുമ്പായിരുന്നെങ്കിൽ ഒരാൾക്കും എന്നെ ചവിട്ടാൻ കഴിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ശക്തിയാർജിക്കലാണ് പ്രധാനം. നമ്മുടെ ഉള്ളിൽ ചില കനം വരലാണ് പ്രധാനം. തിമിംഗലം കടലിൽ ഏറ്റവും വലിയ ജീവിയാ, ശരിയാ. പക്ഷെ അതിന് ജീവനില്ലെങ്കിൽ ഒരു ഒഴുക്കിലേക്ക് ഇട്ടാൽ എന്താ സംഭവിക്കുക? ആ ഒഴുക്കിന്റെ കൂടെ ഇങ്ങനെ ഒഴുകും, അല്ലേ? എന്നാ ഒരു ചെറിയ പരല് ജീവൻ ഉണ്ടെങ്കിലോ ആ പരൽ മീനിനെ ഒഴുക്കിലേക്ക് ഇട്ട് നോക്കൂ, ഒഴുക്കിന്റെ കൂടെ ഒഴുകില്ല, അതിങ്ങനെ തിരിച്ചൊഴുകാൻ ശ്രമിക്കും. ജീവനില്ലാത്ത തിമിംഗലം, ജീവനുള്ള ചെറിയ പരൽമീൻ, വ്യത്യാസം ഒന്നാണ് ജീവൻ. ഒന്നിന് ജീവനുണ്ട്, ഒന്നിന് ജീവനില്ല. ഈ ഒഴുക്കിന്റെ കൂടെ ഇങ്ങനെ ഒഴുകാനേ അവിടെ കിടന്നു കൊടുത്താൽ മതി, ഒന്നും ചെയ്യണ്ട നമ്മൾ. പക്ഷെ ഒഴുക്കിനെതിരെ നീന്തണം എന്നുണ്ടെങ്കിൽ അതിന് നല്ല അധ്വാനം വേണം. ഈ ഒഴുക്കിന് എതിരെ നീന്താനുള്ള നമ്മുടെ ആ ജീവന്റെ പേരാണ് സത്യത്തില് നമ്മുടെ സത്യവിശ്വാസം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ ജീവിതത്തെ സ്നേഹിക്കാന്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. ജീവിതം എന്തൊക്കെയാണെങ്കിലും, ഏതെല്ലാം അവസ്ഥകളിലൂടെ ജീവിതം കടന്നു പോകുമ്പോഴും ജീവിതത്തെ സ്നേഹിക്കണം. ചിലപ്പോൾ പട്ടിണിയായിരിക്കും, പക്ഷെ പുഞ്ചിരിയോടുകൂടി ആ പട്ടിണിയെ സ്വീകരിക്കണം. വേദനകളും സങ്കടങ്ങളും യാതനകളും വിരഹവും വേർപാടും ഒക്കെ ഉണ്ടാവും, എന്നാലും ജീവിതത്തെ സ്നേഹിക്കണം. അതാണ്. ഒരു മാഷ് 500 രൂപയുടെ നോട്ടും കൊണ്ട് ക്ലാസ് മുറിയിലേക്ക് വന്ന് എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, ആർക്കാണ് ഈ 500 രൂപ വേണ്ടത്? കുട്ടികളെല്ലാവരും പറഞ്ഞു, എനിക്ക് വേണം, എനിക്ക് വേണം. മാഷ് അത് താഴെ ഇട്ട് ചെളിയാക്കി, മണ്ണിലിട്ട് ചെളിയാക്കിയിട്ട് ചോദിച്ചു, ഇപ്പൊ ആർക്ക് വേണം? അപ്പൊ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. മാഷ് താഴെയിട്ട് ചവിട്ടി അത് ചുളിച്ചു. ചുളിഞ്ഞ നോട്ട് എടുത്തിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇപ്പൊ ആർക്ക് വേണം ഇത്? അപ്പോഴും കുട്ടികൾ പറഞ്ഞു, എനിക്ക് വേണം, ഞങ്ങൾക്ക് വേണം. മാഷി ചോദിച്ചു, ചുളിഞ്ഞിട്ടും ചെളിയായിട്ടും അഴുക്കായിട്ടും കാണാൻ ഒരു ഭംഗിയില്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പണം എനിക്ക് വേണം, എനിക്ക് വേണമെന്ന് നിങ്ങൾ പറയുന്നത്? കുട്ടികൾ പറഞ്ഞു, അത് 500 റുപ്യല്ലേ മാഷേ, ചെളിയായാലും അത് 500 റുപ്യ തന്നെയാണല്ലോ, അതിന്റെ മൂല്യം കുറയുന്നില്ലല്ലോ. അപ്പൊ ആ വലിയ മാഷ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു, മക്കളെ, ഇതുപോലെയാണ് കേട്ടോ ജീവിതം. ചിലപ്പോ ചെളിയൊക്കെ ആവും, ചിലപ്പോ അഴുക്ക് പുരളും, ചിലപ്പോ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല, എന്നാലും നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കണം കേട്ടോ. ഇങ്ങനെ നിവർന്നു നിൽക്കാനുള്ള ആ വലിയ പാഠം അതാണ്. ഹെൻറിയുടെ വളരെ വിശ്രുതമായൊരു കഥയുണ്ട്. പ്രതീക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കഥയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടതായിരിക്കും. കഥയുടെ പേര് അവസാനത്തെ ഇല എന്നാണ്. കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ദ ലാസ്റ്റ് ലീഫ്. ഒരു പെൺകുട്ടി ന്യൂമോണിയ ബാധിച്ചു കിടക്കുകയാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് കലശലായ രോഗമാണ് എന്നൊക്കെ. അവൾക്ക് തന്നെ അറിയാം അവൾ മരിക്കും. അങ്ങനെ അവൾ കിടക്കുന്ന റൂമിന്റെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ ഒരു മരം കാണാം. ആ മരത്തിലെ ഇലകളൊക്കെ താഴേക്ക് കൊഴിഞ്ഞു വീണിട്ടുണ്ട്. ആകെ കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അവൾ വിചാരിക്കണം, ആ അവസാനത്തെ ഇല താഴെ വീഴുന്ന ദിവസം ഞാൻ മരിച്ചു പോകും. അങ്ങനെ അവസാനത്തെ ഇല മാത്രം ബാക്കിയായ രാത്രി അവൾ മരിക്കുമെന്ന് ഉറപ്പാക്കിയിട്ട് കിടക്കുകയാണ്. അവൾ എല്ലാ കഥകളും കാര്യങ്ങളും ആശങ്കകളും അവളുടെ അനിയത്തിയോട് പറയും. അനിയത്തിയോടെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് നാളെ പുലരിയിൽ ഞാൻ എഴുന്നേൽക്കുകയില്ല എന്ന വിശ്വാസത്തോടെ അവൾ രാത്രി കിടന്നുറങ്ങാണ്. പക്ഷെ പിറ്റേ ദിവസം അവൾ ഉണർന്നു നോക്കുമ്പോ ഉണങ്ങിയ ഇല അടർന്നു പോയിട്ടില്ലെന്ന് മാത്രമല്ല, അത് പച്ചിലയായി നിൽക്കുന്നതാ അവൾ കാണുന്നത്. അവൾക്ക് വല്ലാത്ത സന്തോഷമായി. ആ ഇല ഉണങ്ങുന്നത് വരെ ഇനിയും ജീവിക്കാം, അത് താഴെ കൊഴിയുന്നത് വരെ ഇനിയും ജീവിക്കാം. അങ്ങനെ അവൾ കഴിയുമ്പോൾ പുതിയ ഇലകൾ വരുന്നു, പുതിയ ഇലകൾ പിന്നെയും പിന്നെയും വരുന്നു, വസന്തം വരുന്നു, മരമാകെ ഇലകളായി മാറുന്നു. അവൾ പിന്നെയും പിന്നെയും ജീവിച്ചു എന്നാണ് കഥ. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? അവളുടെ അനിയത്തിക്കുട്ടി വീടിനടുത്തൊരു കലാകാരനുണ്ട്, ചിത്രകാരനുണ്ട്. അദ്ദേഹത്തോട് ഈ കഥകളൊക്കെ ചെന്ന് പറയും. അന്ന് രാത്രി അദ്ദേഹം ആ മരത്തിൽ കയറിയിട്ട് ഒരു ഇലയുടെ ചിത്രം വരച്ചിട്ടതാണ്. ആ ഇല വരക്കാൻ വേണ്ടി കയറിയ രാത്രി മഞ്ഞു കൊള്ളാതിരിക്കാൻ വേണ്ടി പിടിച്ച കുട ഒരു കാറ്റിൽ അടർന്ന് താഴെ വീണ് മഞ്ഞുകൊണ്ട് ന്യൂമോണിയ ബാധിച്ച് ആ ചിത്രകാരൻ മരിച്ചു പോവുകയും ചെയ്തു. ആ പെൺകുട്ടി പിന്നെയും ദീർഘകാലം ജീവിച്ചു എന്നാണ് കഥയാണ്. പക്ഷെ കഥയുടെ അകത്തുള്ളത് എന്താണെന്നറിയോ? പ്രത്യാശ എന്ന് പറയുന്ന ഒന്നാണ്, പ്രതീക്ഷ എന്ന് പറയുന്ന ഒന്നാണ്. ആ പ്രതീക്ഷാപൂർവം നമ്മൾ ജീവിക്കാനാണ് ഈമാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സുബരു എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ്. എന്തോ നല്ലത് വരാനുണ്ട് എന്നൊരാളുടെ പ്രതീക്ഷയുടെ പേരാണ്. തകരാത്തൊരു മനഃശക്തിയുടെ പേരാണ്. ജീവിതത്തിന്റെ ഒരു ഇടർച്ചയിലും അയാൾ പതറാതിരിക്കുന്ന ഒരു ശക്തിയാണ്. ഒരു വിത്ത് കുഴിച്ചിടണമെന്നുണ്ടെങ്കിലും മണ്ണൊന്ന് ഇളക്കി മറിക്കണ്ടേ, നല്ല വിത്ത് കുഴിച്ചിടാൻ പറ്റുള്ളൂ. ഇതുപോലെ ഈ ഇളക്കി മറിക്കലിന്റെ പേരാണ് നമ്മുടെ സങ്കടങ്ങൾ എന്നൊക്കെ പറയുന്നത്. അള്ളാഹ് അവിടെ ഒരു വിത്ത് കുഴിച്ചിടുന്നുണ്ട്. അതാണ് ആ പ്രത്യാശ എന്ന് പറയുന്നത്. ഒരു ചെടി ബഡ് ചെയ്യുന്ന സമയത്ത്, പ്രൂൺ ചെയ്യുന്ന സമയത്ത് ചെടി വിചാരിക്കുന്നത് എന്നെ അവിടെ ഇവിടെയൊക്കെ മുറിക്കുകയാണല്ലോ എന്നാണ്. പക്ഷെ കർഷകൻ വിചാരിക്കുന്നത് എന്താണ്? അതിനെ വളർത്തുകയാണല്ലോ എന്നാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കണം നമ്മൾ അവിടെ ഇവിടെയൊക്കെ മുറിച്ചു കളയാണല്ലോ എന്ന്. പക്ഷെ പടച്ചവൻ നമ്മൾ വളർത്തുകയാണ് ചെയ്യുന്നത്. ബ്രസീലിലെ വളരെ പ്രസിദ്ധനായ ഒരു ഫുട്ബോൾ കളിക്കാരനുണ്ട്. വേൾഡ് കപ്പിലൊക്കെ കളിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കുട്ടിക്കാലത്ത് നടക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു. നടക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, മണ്ണിലേക്ക് കാല് വെച്ചു കഴിഞ്ഞാൽ കരയും. എല്ലാ ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. ഡോക്ടർമാരൊന്നും ഓരോ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ അസുഖം മാറുന്നില്ല. അവസാനം ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് എത്തുന്നുണ്ട്. ആ മനഃശാസ്ത്രകാരൻ അമ്മയോട് പറഞ്ഞു, അമ്മ വിചാരിച്ചാൽ കുട്ടിയുടെ അസുഖം മാറും. ഇഫ് യു വാണ്ട് ഹി വിൽ വോക്ക്. അമ്മ വിചാരിച്ചാൽ അവൻ നടക്കും എന്ന് പറഞ്ഞു. അമ്മക്ക് കാര്യം മനസ്സിലായി. അമ്മ വടിയെടുത്തു.
കുട്ടിയെ പേടിപ്പിക്കാൻ തുടങ്ങി. അമ്മയുടെ വടിയിൽ അടി പേടിച്ചവന് മെല്ലെ നടക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ്. പക്ഷെ അവൻ പിന്നെയും മടി കാണിക്കുമ്പോൾ അമ്മ അടിക്കും, നന്നായിട്ട് അടിക്കും. അമ്മയുടെ വടി പേടിച്ച് ആ കുട്ടി മെല്ലെ കാല് നിലത്തേക്ക് വെക്കാൻ തുടങ്ങി. അമ്മയുടെ അടി പേടിച്ച് മെല്ലെ മെല്ലെ ഓരോ ചുവടുകൾ വെക്കാൻ തുടങ്ങി. ആ കുട്ടി നടക്കാൻ തുടങ്ങി. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കാൽപന്ത് കളി എന്നാണ്. കാൽപന്ത് കളിയിൽ ബ്രസീലിലെ ഏറ്റവും പ്രസിദ്ധരായ കളിക്കാരിൽ ഒരാളായി ആ കുട്ടി മാറുകയാണ് ചെയ്യണത്. എന്നിട്ട് ആ ശേഷം ഈ അമ്മ പറയുന്നുണ്ട്, അമ്മ കുട്ടിയെ അടിക്കുന്നത് കാണുമ്പോൾ അയൽക്കാരൊക്കെ പറയും, എന്തിനാണ് ആ അമ്മ ഈ കുട്ടിയെ ഇങ്ങനെ അടിക്കുന്നത്? നടക്കാൻ കഴിയില്ലെങ്കിൽ നടക്കാൻ കഴിയണ്ടെന്ന് വിചാരിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ പറയും. കുട്ടി നടക്കാൻ തുടങ്ങിയപ്പോ അമ്മ ഈ അയൽക്കാരോട് ചെന്ന് പറയും, ഞാൻ എന്റെ കുട്ടിയെ അടിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ പറയണത് ഞാൻ കേട്ടിരുന്നു. നിങ്ങൾക്കറിയോ, നിങ്ങളെക്കാളൊക്കെ ഞാൻ വിഷമിച്ചിരുന്നു. ഓരോ രാത്രിയിലും ഞാൻ എന്റെ കുട്ടിയുടെ കാല് തടവിക്കൊടുത്ത് കരയും. പക്ഷെ അപ്പോഴും ഞാൻ എന്താ വിചാരിക്കുക എന്നറിയോ, അവന് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ കാലശേഷം അവന് സ്വന്തം കാലിൽ ജീവിക്കണം. ഒരാളുടെ മുന്നിലും ഇരുന്ന് ജീവിക്കരുത്, ഭിക്ഷയാചിച്ച് ജീവിക്കരുത്. അതുകൊണ്ടാണ് അവനെ ഉപദ്രവിച്ചിട്ടാണെങ്കിലും നടത്തം പഠിപ്പിച്ചത് എന്നാണ് അമ്മ പറയുന്നത്.